ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. ശ്ലോകം 28. അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ചയേത് അസദിത്യുച്യതേ പാർത്ഥ നജ തത്പ്രേത്യ നോയിഹ. വിവർത്തനം. പരമപുരുഷനിൽ പൂർണ്ണവിശ്വാസം കൂടാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും അസത് എന്ന് പറയപ്പെടുന്നു. ക്ഷണികങ്ങളായ അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനങ്ങളാണ്. ഭാവാർത്ഥം: ആധ്യാത്മികമായൊരു ലക്ഷ്യമില്ലാതെ ചെയ്യപ്പെടുന്നതെന്തും, യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും നിഷ്പ്രയോജനം തന്നെ. അത്തരം പ്രവൃത്തികൾ നീചങ്ങളാണെന്ന് ഈ ശ്ലോകം ഉദ്ഘോഷിക്കുന്നു. കൃഷ്ണാവബോധത്തോടെ പരമപുരുഷനു വേണ്ടി അനുഷ്ഠിക്കപ്പെടണം ഏതു കർമ്മവും. വിശ്വാസമില്ലാതെയും ശരിയായ നിർദ്ദേശമനുസരിച്ചല്ലാതെയും ചെയ്യുന്നതിന് സാഫല്യമില്ല. വൈദിക ഗ്രന്ഥങ്ങളെല്ലാം ഭഗവാനിൽ വിശ്വസിക്കണമെന്ന് ഉപദേശിക്കുന്നു. വേദവിഹിതങ്ങളായ കർമ്മങ്ങളുടെയെല്ലാം പരമമായ ലക്ഷ്യം കൃഷ്ണനെ അറിയുക എന്നതാണ്. ഈ പ്രമാണം അനുസരിക്കാത്തവർക്കാർക്കും വിജയലബ്ധിയില്ല. വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ആചാര്യനെ മാർഗദർശിയാക്കിക്കൊണ്ട് ആദ്യം മുതൽക്കേ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചു വരികയാണ് ഉത്തമം. അതാണ് വിജയത്തിലേക്കുള്ള വഴി. ബദ്ധമായ അവസ്ഥയിൽപ്പെട്ടിരിക്കെ മനുഷ്യർ ദേവന്മാരെയോ പ്രേതങ്ങളെയോ കുബേരാദികളായ യക്ഷന്മാരെയോ ആരാധിക്കാൻ ആഗ്രഹിക്കും. തമോ ഗുണത്തെക്കാളും രജോ ഗുണത്തെക്കാളും നന്നാണ് സ്വാത്വിക ഗുണം. നേരിട്ട് കൃഷ്ണാവബോധത്തിൽ എത്തുന്നവനാകട്ടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. ക്രമേണ ഉത്കർഷം പ്രാപിക്കുന്ന ഒരു പ്രക്രിയയുണ്ടെങ്കിൽ കൂടി ശുദ്ധ ഭക്തന്മാരുമായുള്ള സമ്പർക്കത്താൽ നേരിട്ട് കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്ന ഈ മാർഗമാണ് ഉത്തമം. ഈ അധ്യായത്തിൽ അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വഴിക്ക് വിജയം നേടാൻ ആദ്യമായി തന്നെ ശരിയായ ഒരു ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് പരിശീലനം നേടണം. അങ്ങനെ ക്രമേണ ഭഗവാനിൽ വിശ്വാസം ഉറയ്ക്കുന്നു. പക്വദിശയിൽ അതിനെയാണ് ഈശ്വരപ്രേമമെന്ന് പറയുന്നത്. ജീവാത്മാക്കളുടെയെല്ലാം ആത്യന്തിക ലക്ഷ്യം ഈ പ്രേമമത്രേ. നേരിട്ട് കൃഷ്ണാവബോധത്തിലേക്ക് നീങ്ങുകയെന്നതാണ് ഈ 17-ാം അധ്യായത്തിൻ്റെ സന്ദേശം. ശ്രദ്ധാവിഭാഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 17-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.